ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ അരിത്മെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 13 തേർഡ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ എക്സസൈസിലെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. In the picture below, the perpendiculars drawn from the bottom line are equally spaced. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർസ് എന്തുവാ അറിയാവോ? അപ്പം ഇൻ ദ പിക്ചർ ബിലോ, ഇപ്പം ഈ പിക്ചർ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഈ പിക്ചറിനകത്ത് പെർപെൻഡിക്കുലർസ് ഡ്രോൺ ആണ്. അപ്പം എന്താ പെർപെൻഡിക്കുലർസ് എന്ന് പറയുമ്പം ഒരു ലൈൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുവാണ്. അതിന് ഇങ്ങനെ പോകുന്നതും 90 ഡിഗ്രി ആയിട്ടുള്ള ലൈൻസിനെയാണ് പെർപെൻഡിക്കുലർസ് എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാ ജസ്റ്റ് ലൈന് കുത്തനെ വന്ന് നിൽക്കണം. ഓക്കെ, അത് കുത്തനെ വന്ന് നിൽക്കുന്നത് മാത്രമല്ല, അതെന്തായിരിക്കണം 90 ഡിഗ്രി കൂടെ ആയിരിക്കണം. അത്രേ ഉള്ളൂ. സോ ഇവിടെ എന്താ നമുക്ക് കുറച്ച് പെർപെൻഡിക്കുലർസ് ഉണ്ട്. അപ്പം നമുക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കാൻ നേരത്ത് തന്നെ നമുക്ക് എന്താ ഇവിടെ 90 ഡിഗ്രി മാർക്ക് ചെയ്തല്ല, 90 ഡിഗ്രീസ് ആണ് അല്ലേ? സെറ്റ് അല്ലേ? അതൊക്കെയാണ്. ഇനി ഇവിടെ ബാക്കി എന്തോ പറയുന്നത്, ഡ്രോൺ ഫ്രം ദ ബോട്ടം ലൈൻസ് ആർ ഈക്വലി സ്പേസ്ഡ് ആണ്. ഈക്വലി സ്പേസ്ഡ് എന്ന് വെച്ചാൽ എന്തുവാ? ഈക്വൽസ് ആണ്. അപ്പം നോക്കിയേ, ഈ സ്പേസ് തമ്മിൽ ഈക്വൽ ആയിരിക്കും. ഈ ഒരു ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസും ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസും എല്ലാം ഈക്വൽ ആണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെയൊക്കെ ലൈൻ ഇട്ട് കൊടുക്കും, ഇതെല്ലാം ഈക്വൽസ് ആണെന്നാണ് പറയുന്നത്. അതും ഓക്കെ ആയി. അപ്പം ഈ ക്വസ്റ്റ്യൻ നമ്മൾ ക്രാക്ക് ചെയ്ത് തന്നെ പഠിക്കണം. ഓരോരോ ലൈൻ സെൻറ്റൻസ് അല്ലേ, നമ്മൾ ഓരോരോ സാധനം വായിച്ച് പോകുവാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവിടെ പോസ് ചെയ്യുക, ഒന്നും മനസ്സിലാക്കുക, എന്നിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തോ പിന്നെ പറയുന്നത്, show that the sequence of the heights of the perpendiculars on continuing this form an arithmetic sequence. ഇവിടെ ഇതിൻ്റെ ഹൈറ്റ് ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ പോകുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇതിൻ്റെ ഹൈറ്റ് കൂടി വരുവാണല്ലേ? നോക്കിയേ, ഇപ്പം ഈ ഹൈറ്റ് അല്ല, ഈ ഹൈറ്റ് കൂടി, പിന്നെ ഇങ്ങോട്ട് പിന്നെയും കൂടി. അപ്പം അടുത്തേൽ അങ്ങനെ കൂടി അങ്ങ് പോവുക. അപ്പം ഇതെല്ലാം എന്താ നമ്മൾ എന്തോ പ്രൂവ് ചെയ്യേണ്ടത്? ഷോ ദാറ്റ് ദ സീക്വൻസ് ഓഫ് ഹൈറ്റിൻ്റെ സീക്വൻസ് ആണ് അല്ലേ? ഹൈറ്റ് കൂടി വരുന്നു. ഓൺ കണ്ടിന്യൂയിങ് ദിസ്, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഫോം ആൻ അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഹൈറ്റ് എത്രയെന്ന് കൊടുത്തിട്ടില്ല, ഒരു തേങ്ങയും കൊടുത്തിട്ടില്ല, നമ്മളെല്ലാം ഇരുന്ന് കണ്ടുപിടിക്കണം. അപ്പം ഒന്നും തരാത്തപ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത്, നമ്മുടെ എക്സ് സംഭവമൊക്കെ അത് കൂടെ വെച്ച് നമ്മൾ ആഡ് ആകും. സോ ക്വസ്റ്റ്യൻ നമ്മളെ സിമ്പിളാണ്, നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതെങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും നോക്കാം. ഞാൻ ഇതിനകത്ത് ഒരു സാധനം ആഡ് ചെയ്യാൻ പോവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലൈൻ ഇടാൻ പോവാം. സ്ട്രെയിറ്റ് ലൈൻ കറക്റ്റായിട്ട് വരയ്ക്കാം. ഓക്കെ, ഇതിനെല്ലാത്തിനും സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക്. സെറ്റല്ലേ? അപ്പം നിങ്ങൾ ബുക്ക് എടുക്കുക, എൻ്റെ കൂട്ടത്തിൽ വരച്ചൊക്കെ പോവുക. ഓക്കെ, എന്നിട്ട് ഞാൻ ജസ്റ്റ് പേരിടാൻ പോവാം. ഞാനിവിടെ എ, ഇത് ബി, ഇത് സി, ഇത് ഡി. ഓക്കെ, ഈ പോയിന്റിന് എല്ലാത്തിനും പേരിട്ടു. അതുപോലെ തന്നെ താഴത്ത് ഞാൻ ഇവിടെ ഒ ആണ്, അല്ലെങ്കിൽ ഒ എന്നിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ പി, ക്യു, ആർ, എസ് അങ്ങനെ പോകും. നിങ്ങൾക്ക് ബാക്കി നീ ഇങ്ങനെ ഇട്ടിട്ട് പോകാം. എത്ര ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പാറ്റേണിൽ കണ്ടുപിടിക്കാം. ഇനി ഞാൻ ഇതിന് ഇ, എഫ്, ജി എന്ന് വിട്ടു. അപ്പം നെയിമിങ് അത്യാവശ്യം ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കാം. ഇനി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതും നമ്മൾ എഴുതിയതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വൃത്തിയായിട്ട് എടുത്തെഴുതാൻ പോവാം. അപ്പം എൻ്റെ കൂടെ പോണേ. നോക്കിയേ, ഇത് ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും ഒക്കെ ഈക്വൽ ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ? അത് ഞാൻ അങ്ങോട്ട് വൃത്തിയായിട്ട് എഴുതി വെക്കാൻ പോവാണല്ലോ. നോക്കിയേ, നമുക്ക് എങ്ങനെ എഴുതാം? ഒ പി ഈക്വൽ ടു പി ക്യു ആർ എസ്. സെറ്റ് അല്ലേ? അപ്പോൾ അത് ഗിവൺ ആണ്, ഇതുകൊണ്ട് ഞാൻ ഗിവൺ എന്ന് ബ്രാക്കറ്റിൽ എഴുതുവാണ്. ഓക്കെ, സെറ്റ് അല്ലേ? അത്ര എഴുതി. ഇനി ഇതിനെ എല്ലാത്തിനെയും ഞാൻ ജസ്റ്റ് ഒരു വേരിയബിളിൽ ഡിഫൈൻ ചെയ്യാൻ പോകും. ഈസ് ഈക്വൽ ടു എക്സ്. അപ്പം ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആണ്, ഇത് എക്സ് ആണ്, എക്സ് ആണ്, എല്ലാം എക്സ് ആണ്. സെറ്റ് അല്ലേ? മനസ്സിലായല്ലോടാ? അപ്പം എല്ലാത്തിനെയും നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. അതുപോലെ തന്നെ നോക്കിയടാ, ഈ ഡിസ്റ്റൻസ് ഞാൻ കളർ മാറ്റി കാണിച്ചു തരാം, നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാകാൻ വേണ്ടി. നോക്കിയേ, ഞാനൊരു നോക്കിയടാ, പെട്ടെന്ന് മനസ്സിലാക്കിയേ. ഈ ഒരു ഡിസ്റ്റൻസ് ഓക്കെ, ഇതും സെയിം അല്ലേ? കാരണം
നേരെ വരുന്നതും അല്ലേ കറക്റ്റായിട്ട് ഒരു സ്ക്വയർ വരുന്നുണ്ട്, ആ ഒരു ഫോം ആവുന്നുണ്ട് അല്ലേ. അപ്പം ഈ ഡിസ്റ്റൻസ് എല്ലാം ഈക്വൽ ആണ്. അപ്പം അതും എന്ത് തന്നെയാണ്? ഈക്വൽ എക്സ് ആണ് അല്ലേ. അല്ലേ, നമുക്ക് ഇവിടെ എടുക്കുന്ന എക്സ് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് അതും എടുത്തെഴുതാം. എന്തെഴുതാം? എ ഇ ഇസ് ഈക്വൽ ടു ബി എഫ് ഇസ് ഈക്വൽ ടു സി ജി ഇസ് ഈക്വൽ ടു എക്സ്. അതും എക്സ് ആണ്. നമ്മളപ്പോൾ ആദ്യത്തെ ആ ഒരു ഗിവൺ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമ്മൾ പുതിയൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ ഉണ്ടാക്കി. ഇത്രയും ക്ലിയർ ആണോ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പോവുക. ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ആ സാധനം ഇവിടെ കൊണ്ടുവരാൻ പോവുക. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത്രേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചേ. നോക്കിയേ, നമ്മുടെ ഈ ട്രയാങ്കിളും കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ മേലത്തെ ട്രയാങ്കിളും കൺസിഡർ ചെയ്യാം. അങ്ങനെ 2 ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് ഈ 2 ട്രയാങ്കിൾസ് ആണെന്ന് വെച്ചോ. ഏത് ട്രയാങ്കിൾ എടുത്താലും നമുക്ക് ഇതുപോലെയൊക്കെ തന്നെ കിട്ടും. അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് ഇൻ ട്രയാങ്കിൾ ഞാൻ എഴുതുവാണേ. നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഡാർക്ക് ആക്കാം. ഓക്കെ, ഇൻ ട്രയാങ്കിൾ ഏതൊക്കെ ട്രയാങ്കിൾസ് ആടാ? എ ഇ ബി. ഓക്കെ, എ ഇ ബി ഏതാ? നമ്മുടെ ഫസ്റ്റ് ഈ ട്രയാങ്കിൾ അല്ലേ. അതും മേലത്തെ ട്രയാങ്കിളും ഏതാ? ആൻഡ് ട്രയാങ്കിൾ ഏതാ? ബി എഫ്. ആ, ബി എഫ് സി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഞാനിപ്പോൾ ഈ 2 ട്രയാങ്കിൾസ് ആണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. കാരണം എനിക്ക് ഈ 2 ട്രയാങ്കിൾ ബേസിക്കലി കൺസിഡർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് ഹൈറ്റ്, ഇവിടെ നിന്നാണ് ഹൈറ്റ് തുടങ്ങുന്നത് അല്ലേ. നോക്കിയേ, ഈ ട്രയാങ്കിളിൻ്റെ ഇവിടെ ഒരു ഹൈറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൈറ്റ് അല്ലേ, ഇങ്ങനെ കൂടി പോവാണ്. അപ്പോൾ നോക്കിയേ, ഈ ഹൈറ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത് അല്ലേ. ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയടാ. ജസ്റ്റ് നോക്കിയടാ, ഇത് കണ്ടോ, ഈ ഹൈറ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത് ആണല്ലോ, ഉറപ്പല്ലേ. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു? ഈ ഹൈറ്റും മേളിലൊരു സ്പെഷ്യൽ ഹൈറ്റ് ഉണ്ട്, അതും കൂടെ പ്ലസ് ആയി കഴിയുമ്പോഴാണ് ഇവിടുത്തെ ഹൈറ്റ് വരുന്നത്. അതും ഈ ഹൈറ്റും കൂടെ പ്ലസ് ചെയ്യുമ്പോഴാണ് ഈ മൊത്തം ആവുന്നത്. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഹൈറ്റിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. ഏത് ഹൈറ്റിനാ? നോക്കിയേ, ഈ ഹൈറ്റിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ വരയ്ക്കുന്നതൊക്കെ പ്രത്യേകമായിട്ട് കണ്ടോണേ. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ ഈ എന്ന് പറയാൻ നേരത്ത് ഞാൻ കളർ മാറ്റി കാണിക്കുന്നുണ്ട്, കൃത്യമായിട്ട് നോക്കുക ഏതൊക്കെയാണ്. അപ്പോൾ നമ്മൾ 2 ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്തു, ഈ 2 ട്രയാങ്കിൾസ്. ഓക്കെ, ഈ ട്രയാങ്കിൾസിനകത്ത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള നമുക്ക് കോൺഗ്രുവൻറ്റ് റൂൾ അല്ലെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസ് ആവാനുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു. അത് നമുക്ക് നോക്കാം. നോക്കിയേ, ഇവിടെ 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ 90 ഡിഗ്രി ആയിട്ടാണ് വരച്ചേക്കുന്നത്. ഇനി ഈ സൈഡും ഈക്വൽ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിൽ നമുക്ക് എഴുതി വെക്കാം. നോക്കിയേ, ആംഗിൾ ഇ എന്ന് പറയുന്നതും ആംഗിൾ എഫ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 90 ഡിഗ്രിയാണ് അല്ലേ, നമ്മളിവിടെ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഇതിൽ പറയാമല്ലോ, എ ഇ. നോക്കിയേ, എ ഇ എന്ന് പറയുന്നതും ബി എഫ് എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അതെന്താണ്? എക്സ് ആണ് അല്ലേ. അപ്പോൾ എ ഇ ഇസ് ഈക്വൽ ടു ബി എഫ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് എന്ത് പറയാം? നോക്കിയേ, ഈ ഒരു ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യുവാണ്. നോക്കിയേ, ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ട്രയാങ്കിളും ഞാൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഞാനിത് താഴത്തോട്ട് വരയ്ക്കാം. ഈ ഒരു ഭാഗം മാത്രം താഴത്തോട്ട് വരയ്ക്കുക. നോക്കിയേ, ഓക്കെ. ഇത്രയും ഭാഗം മാത്രം ഞാൻ വരയ്ക്കുവാണെങ്കിൽ ജസ്റ്റ് ഞാൻ പണ്ട് പഠിച്ചൊരു കോൺസെപ്റ്റാണ്. ഇത് ഞാനിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുവാണ്, ഇത് എക്സ്റ്റെൻഡ് ചെയ്യുവാണ് എങ്കിൽ നോക്കിയേ, 2 ലൈൻസ്, ഇതിങ്ങനെ വരുന്നൊരു ലൈൻ. ഈ 2 ആംഗിൾസ് എന്ത് വരുന്നടാ? കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു, ഓർക്കുന്നുണ്ടാന്ന് എനിക്കറിയത്തില്ല. ഈ 2 പാരലൽ ലൈൻസ് ട്രാൻസ്വേഴ്സിൽ വരയ്ക്കുമ്പോഴത്തേക്കും ഇവിടെ വരുന്ന ഈ ആംഗിളും എന്തുവാണ്? ഈക്വൽ ആണ്. കാരണം എന്താ? കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 7ാം ക്ലാസ് തൊട്ട് പഠിക്കാൻ തുടങ്ങിയതാ. ഓക്കെ, അപ്പോൾ ആ സംഭവമാണ് നമ്മളിവിടെ അടിയാൻ പോകുന്നത്. എന്ത് നമുക്ക് പറയാം? എന്ത് പറയാം? ഈ ആംഗിൾസിൻ്റെ പേര് ഏതാ? ആംഗിൾസ് ഏതൊക്കെയാടാ? ഈ ആംഗിളും അല്ലേ, അല്ല ഈ ആംഗിൾ, സോറി, ഈ ആംഗിൾ നമുക്ക് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പേര് എഴുതാമല്ലോ. എന്തൊക്കെയാ? ആംഗിൾ എ എന്ന് പറയുന്നതും ആംഗിൾ ബി എന്ന് പറയുന്നതും ഏതാണ്? ഈക്വൽ ആണ്. എന്തുവാണ് റീസൺ? എന്താ? കറസ്പോണ്ടിങ് ആംഗിൾസ്. സെറ്റ് അല്ലേ? അപ്പം ഇത്രയും നമ്മൾ എഴുതി അല്ലേ. നോക്കിയേ, 90 ഡിഗ്രി വന്നു, ഒരു ആംഗിൾ വന്നു,
ഈ സൈഡ് വന്നു. അപ്പം ആംഗിൾ സൈഡ് ആംഗിൾ എന്ന് പറഞ്ഞ റൂൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണെന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ദെയർഫോർ ട്രയാങ്കിൾ AEB ഈസ് ഈക്വലുമാണ് സിമിലറുമാണ്. ഇതാണ് ഈക്വലും സിമിലറും കോൺഗ്രുവൻ്റ് റൂളാണ്. ഈക്വലും സിമിലറുമാണ്. സോ ട്രയാങ്കിൾ BFC റൂൾ ഏതാണ്, എന്തുകൊണ്ടാണ് ഈക്വൽ ആയത്? ആംഗിൾ സൈഡ് ആംഗിൾ റൂളെന്ന് എഴുതി വെക്കുക. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ ആണോ, മനസ്സിലായോ? യാ. എന്നിട്ട് നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെ എഴുതാം, ദെയർഫോർ നമുക്ക് ഇതെന്തിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണ്, ഈ ട്രയാങ്കിളും ഈക്വൽ ആണ്, അതിൻ്റെ മേളത്തെ ട്രയാങ്കിളും ഈക്വൽ ആണ്. ട്രയാങ്കിൾ ഈക്വൽ ആണെങ്കിൽ ഈ സൈഡ് ഈക്വൽ അല്ലേ? ട്രയാങ്കിൾ രണ്ട് ഈക്വൽ ആണ്. അങ്ങനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, സൈഡ് ഈക്വൽ ആണെന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, BE is equal to CF. അതിന് സോ BE is equal to CF. നമുക്ക് എന്നിട്ട് കുറച്ച് ലൈൻസ് ഒക്കെ കൊടുക്കാം. എന്തുവാ, നമുക്ക് കറസ്പോണ്ടിങ് ഇങ്ങനെ എഴുതണം, കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് ആൻ ഈക്വൽ ട്രയാങ്കിൾ ഇങ്ങനെ എഴുതി വെക്കുക. ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, ജസ്റ്റ് റെസ്റ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇനി നമുക്ക് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സൈഡുമായിട്ട് കമ്പയർ ചെയ്യാൻ നോക്കിയേ. ഈ സൈഡ് എടുത്താലോ, മേളിലത്തെ ട്രയാങ്കിൾ എടുക്കാം. ഓക്കെ, ഇനി അതിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതും എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാം എല്ലാത്തിനെയും കൂടെ ഒന്ന് ഷോർട്ടൺ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഞാനിവിടെ റബ്ബ് ചെയ്തിട്ട് ഇവിടെ എഴുതുവാണ്. ഇതിൻ്റെ ബാക്കിയായിട്ട് ഇവിടെ എഴുതി വെക്കാം. ഓക്കെ, എവിടെ, ഇങ്ങോട്ട് എഴുതുവാണ്, ഈ സൈഡിലോട്ട് എഴുതുവാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, സിമിലർലിയുടെ ഒരു സൈനാണ്. സിമിലർലി CF is equal to DG. ഓക്കെ, ഏതൊക്കെയാടാ CF, ഏതാണ് CF, ഇത് DG. ഓക്കെ, കാരണം BEയും CFും നമ്മൾ ഈക്വൽ ആണെന്ന് എഴുതി, ഇനി CFും DGയും ഈക്വൽ ആണെന്ന് എഴുതുവാണ്. ഓക്കെ, ഈ രീതിയിൽ തന്നെ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എഴുതും. അതുകൊണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഇങ്ങനെ എഴുതിയാൽ മതി, സിമിലർലി ഇത് ഈക്വൽ ടു ഇത്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് പറയാമല്ലോ, BE എന്ന് പറയുന്നതും കാണാൻ പറ്റുന്നുണ്ടോ, ഞാൻ കുറച്ചുകൂടെ ഡാർക്ക് ആക്കാം. എങ്ങനെയാണ്, BE എന്ന് പറയുന്നതും ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലേ, ഇവിടെ നമ്മൾ BE CF ഈക്വൽ ആണെന്ന് എഴുതി. അപ്പം CF ഈക്വൽ ആണ്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്തും ഈക്വൽ ആണ്, DGയും ഈക്വൽ ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രൂവ് ചെയ്തു. നമുക്ക് ഇനി അങ്ങനെ എഴുതി പോവാം. ഡിക്ക് മേളിൽ വേറൊരു അല്ലേ ഒരു പോയിന്റും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ പോയിന്റും ഇതുമായിട്ട് ഈക്വൽ ആണ് അല്ലേ, സിമിലർലി വെച്ച് നമുക്ക് എഴുതാം. ഇത്ര എഴുതിയതിന് ശേഷം നമുക്ക് പറയാം അല്ലേ, ഈ ട്രയാങ്കിളിൻ്റെ ഇത്രയും സൈഡ്സ് ഈക്വൽ ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുവാണ്. നമ്മൾ ഇത്രയും കൊണ്ട് നമ്മുടെ ഒരു മേജർ പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ട്രയാങ്കിൾസ് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാം, അരിത്തമാറ്റിക് സീക്വൻസ് നമുക്ക് എന്താ ഫോം ആൻഡ് അരിത്തമാറ്റിക് സീക്വൻസ് അല്ലേ, ഇതാണ് നമുക്ക് ഷോ ചെയ്യാനുള്ളത്. അരിത്തമാറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതും കൂടെ നമുക്ക് പ്രൂവ് ചെയ്തിട്ട് നമുക്കത് നിർത്താം. അപ്പോൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. ആദ്യമേ നോക്കിയേ, ഹൈറ്റ് നമുക്ക് എഴുതാം. അപ്പോൾ ഞാൻ ഇത് ഒന്ന് മൊത്തത്തിലൊന്ന് വൃത്തിയായിട്ട് എഴുതുക. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ഒന്ന് മായ്ച്ച് കളയുവാണ്. നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ എനിക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാം തൂത്തുകളയുവാണ്. ഓക്കെ, ഈ ഫിഗറിനകത്ത് കുറേയൊക്കെ നമ്മൾ വരച്ച് വെച്ചേക്കുന്നുണ്ട്, ഫിഗറിൻ്റെ കാര്യങ്ങളൊന്നും മാറ്റണ്ടല്ലോ അല്ലേ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ തൂത്തുകളഞ്ഞു. ഇനി നമുക്ക് ബാക്കി എന്തോ പറഞ്ഞേക്കുന്നത് നോക്കാം. നമ്മൾ സീക്വൻസ് ഉണ്ടാക്കുവാണ്, നമുക്ക് ഹൈറ്റ് മാത്രം മതിയല്ലോ. അപ്പോൾ ഫസ്റ്റ് ഹൈറ്റിൻ്റെ പേരെന്തുവാടാ, AP അല്ലേ. പച്ച ഇടാം, പച്ച മാത്രമേ എടുത്തിട്ടുള്ളൂ, നമ്മൾക്ക് ഒരു റെഡ് ഇടാം, റെഡ് ഇല്ലല്ലോ. സോ AP ഓക്കെ ആണ് ഫസ്റ്റ് ഹൈറ്റ്. സെക്കൻഡ് ഹൈറ്റിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. AP എന്ന് പറഞ്ഞ ഹൈറ്റിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഹൈറ്റ് പ്ലസ് ചെയ്യുമല്ലേ, അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. APൻ്റെ കൂട്ടത്തിൽ എന്തും കൂടെ പ്ലസ് ചെയ്യുവാണ്, BE പ്ലസ് ചെയ്യുവാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഹൈറ്റ് നോർമലി ഹൈറ്റ് ഏതൊക്കെയാണ് നമുക്ക് ഇങ്ങനെ എഴുതാലോ. AP ആണ് ഫസ്റ്റ് ഹൈറ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുവാ, BQ ആണ് സെക്കൻഡ് ഹൈറ്റ്, പിന്നെ എന്തുവാ CR, പിന്നെ എന്തുവാടാ DS. ഇങ്ങനെയാണ് പോകുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെ എല്ലാത്തിനെയും ക്രാക്ക് ചെയ്യാൻ പോവാം. AP അങ്ങനെ തന്നെ എഴുതി, സെക്കൻഡ് വൺ എന്ത് എഴുതുന്നു, AP പ്ലസ് BE അങ്ങനെയാണ് അല്ലേ. നമ്മൾ ഒരു പോയിന്റ് ഒക്കെ ഇട്ട് ബ്രേക്ക് ചെയ്തു. ഇനി നമ്മൾ അടുത്ത് എഴുതാൻ പോകുന്നത് എങ്ങനെയായിരിക്കും, കണ്ടോ, നമുക്ക് വേറൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് വരുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ എഴുതാം, ഇത് രണ്ടും അല്ലേ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. AP പ്ലസ് BEന്റെ കൂട്ടത്തിൽ എന്തും കൂടെ ആഡ് ആവുന്നുണ്ട്, പ്ലസ് CF അല്ലേ, CFും കൂടെ ആഡ് ആവുകയാണ്, പ്ലസ് CF
ഓക്കെ ആണോ? അപ്പൊ അടുത്തതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഇതും 4 എഴുതാം അല്ലെ, 3 എഴുതിയിട്ട് 4ാമത്തെ ഒരെണ്ണം കൂടെ എഴുതാം. എന്തുവാ? AP പ്ലസ് BE പ്ലസ് CFന്റെ കൂട്ടത്തിൽ എന്തും കൂടെ ആഡ് ആവുന്നുണ്ട്? DGയും കൂടെ ആഡ് ആവുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ സീക്വൻസ് പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുന്നത്. ഇനി നോക്കിയടാ, നമുക്ക് APക്ക് വലിയ ഒരു സാധനമില്ല. നമ്മൾ ജസ്റ്റ് ഒരു സാധനം, നമുക്കിപ്പോൾ ഒരു വാല്യൂ ഒന്നുമില്ലല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെറുതായിട്ട് ഈ BEനെ ഒരു വാല്യൂ കൊടുക്കാൻ പോവാ. ഇഫ് ഒരു കേസ് ജസ്റ്റ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ തന്നെ നിങ്ങൾ എഴുതിക്കോ, പരീക്ഷിക്കും. ഓക്കെ, ഇഫ് BE എന്ന് പറയുന്നത് 2 ആണെന്ന് വെച്ചോ. അപ്പോൾ ഇഫ് വെച്ചിട്ട് എഴുതുക. അങ്ങനെയാണെങ്കിൽ നോക്കിയടാ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. AP ഫസ്റ്റ് AP ആണ്. സെക്കൻഡ് വരുമ്പോൾ എന്തുവാ? AP പ്ലസ് 2 അല്ലേ? AP പ്ലസ് 2. സെക്കൻഡ് നോക്കിയടാ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു BE എന്ന് പറയുന്നതും നോക്കിയേ, BE എന്ന് പറയുന്നതും CF എന്ന് പറയുന്നതും DG എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അപ്പൊ BE 2 ആണെങ്കിൽ CF എന്തുവാ? ഇതും ഇതെല്ലാം 2 അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നോക്കിയേ, ഇനി വരുന്നതിനെല്ലാത്തിനും നമ്മൾ എന്തുവാ? നോക്കിയേ, AP നോക്കിയടാ, AP എഴുതി. BEക്ക് പകരം നമുക്ക് 2 ഇട്ട് കൊടുക്കാം അല്ലേ? പ്ലസ് 2. CFന് പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാം? പ്ലസ് 2. അടുത്തത് എങ്ങനെ വരും? അപ്പം AP തന്നെ എഴുതാം. പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2. അപ്പൊ ഇനി അങ്ങോട്ട് വരാൻ നേരത്ത് 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2. ഓക്കെ, അങ്ങനെ 2 കൂടി വരും. അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കിയടാ, ഇത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് പ്ലസ് ചെയ്ത് എഴുതുവാണ്. സോ AP ഫസ്റ്റ്, AP പ്ലസ് 2 സെക്കൻഡ് അല്ലെ? AP പ്ലസ് 4, പിന്നെ AP പ്ലസ് 6, അങ്ങനെ പോകും. അങ്ങനെയാണെ പറഞ്ഞേ ഫസ്റ്റ് AP എന്ന് വെച്ചാൽ ഫസ്റ്റ് APന്റെ കൂട്ടത്തിൽ പ്ലസ് ചെയ്യാനായിട്ടൊന്നുമില്ല. 0 2 4 6 അങ്ങനെയാണ് പോകുന്നത്. നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്തുവാ? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 അല്ലേ? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 ആഡായി പോവാണ് അല്ലേ? അപ്പൊ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. കോമൺ ഡിഫറൻസ് ഉണ്ട്, സെയിം ആണ്. കോമൺ ഡിഫറൻസ് സെയിം ആണ്, നമുക്ക് എന്ത് പറയാം? സോ നമുക്ക് ഇങ്ങനെ പറയാം, therefore common difference are equal are equal, therefore this it's an arithmetic sequence. ഒക്കെ എഴുതി കൺക്ലൂഡ് ചെയ്യുക. സെറ്റ് അല്ലേ? അമ്മേ, നമ്മൾ മുമ്പ് പഠിച്ച കോൺസെപ്റ്റ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇത് വരുന്നത് അല്ലേ? അപ്പം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.